ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി തക്കാളി സോസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസായിട്ടാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. അതേപോലെ ഉപ്പ് നമ്മൾ ഒരു തുണ്ട് ഉപ്പ് 1 സ്പൂണൊക്കെ ഇട്ടാൽ മതി. പിന്നെ കളർ കിട്ടാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി, അത് 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനാഗിരി വേണം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തക്കാളി നുറുക്കി നമ്മൾ വേവിക്കണം. അപ്പോൾ തക്കാളി വേവിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അത് വേവിക്കാം. ഞാൻ തക്കാളിയിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഞാൻ ഇത് നന്നായി വേവിക്കുന്നുണ്ട്. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയും കൂടിയിട്ടാണ് വേവിച്ചിട്ട്. ഇത് നന്നായി ചൂടാറാൻ വയ്ക്കണം. ചൂടാറിയിട്ട് വേണം നമുക്കിനി അടുത്ത് വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ തക്കാളി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇത് അടിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് അരിച്ച് എടുക്കണം കേട്ടോ. വല്ല ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പോരാ. അപ്പോൾ നമ്മുടെ തക്കാളി അരിച്ച് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തേക്ക് കാശ്മീരി മുളക് പൊടി ഇടും. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. തക്കാളി സോസ് ആകുമ്പോൾ ചെറിയ മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ ഒരായില്ലെങ്കിൽ ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ആസിഡ് ചോർക്കലിന് 1 ടീസ്പൂണ് അത് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഇളക്കിയത് കുറുതാവും. കറിക്കാൻ നന്നായി ഇളക്കി കൊടുത്തോളൂ. പടി പിടിക്കാണ്ടിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കും. നമ്മുടെ തക്കാളിയുടെ സോസ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കട്ടി വേണമെന്നിട്ട് ഒന്നുകൂടി പറ്റിച്ചാൽ മതി. ഇപ്പോൾ ഇരുന്നാൽ ഒന്ന് ചൂടാറുമ്പോൾ നന്നായി ഒന്ന്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തി ചൂടാറാൻ വയ്ക്കും.
പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി സോസാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.